ഇതായിരിക്കില്ലേ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ബുക്ക് അവിടുന്ന് വരയ്ക്കുന്നു, ബുക്ക് ഇവിടുന്ന് വരയ്ക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ പഠിച്ചു തീർക്കണം എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ പുതിയ മണം പോലും മാറിയിട്ടുണ്ടാവില്ല. അപ്പോഴേക്ക് നമ്മളുടെ ആരെത്തി? നമ്മളുടെ ഹീറോ ആരാണ്? നമ്മളുടെ ഓണം എക്സാം എത്തി. ഓണം എക്സാമിങ് എത്തിയില്ലേ? നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, ഓണം എക്സാം വന്നുട്ടോ, ഓണം എക്സാം വന്നുട്ടോ. നമ്മൾ ജസ്റ്റ് ഈ വെക്കേഷൻ കഴിഞ്ഞ് ആ ട്രാക്കിലൊന്ന് കയറുന്നേ ഉള്ളൂ, വെക്കേഷന്റെ മടിയൊക്കെ മാറ്റി വെച്ച് ഒന്ന് ജസ്റ്റ് പഠിക്കാനുള്ള ആ ട്രാക്കിലേക്ക് കയറിയപ്പോഴേക്ക് എക്സാമിങ് വന്നു. എക്സാം എന്താണ്? നമ്മളുടെ August 20 to August 28 വരെയാണ് നമ്മളുടെ എക്സാം വരുന്നത്. സോ പഠിച്ചു തുടങ്ങാൻ സമയം ആയി മക്കളെ. സോ നിങ്ങളുടെ സ്കൂളിലൊക്കെ എത്ര ചാപ്റ്റേഴ്സ് എടുത്തു എന്നുള്ളത് താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. എത്ര ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ എടുത്തു കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ മാത്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മക്കൾ ഓൺ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് വരുന്നത് ഓൺ എക്സാമിന് വരുന്നത് 4 ചാപ്റ്റേഴ്സ് ആണ്. ലൈൻസ് ആൻഡ് സർക്കിൾസ് ഉണ്ട്, നമ്പർ വേൾഡ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്, ഡിവിഷൻ മെത്തേഡ്സ് ഉണ്ട്. അതായത് വരകളും വട്ടങ്ങളും, സംഖ്യാലോകം, ഗുണനരീതികൾ, ഹരണരീതികൾ. അങ്ങനെ എത്ര ചാപ്റ്റേഴ്സ് ആണ്? 4 ചാപ്റ്റേഴ്സ് ആണ് എൻ്റെ മക്കൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് ഉഷാറാക്കിയിട്ട് ഫുൾ തറവായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഈ നമ്മളുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ, തീരെ വരില്ല എന്നല്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ആ 3 ചാപ്റ്ററിന്, ആദ്യത്തെ 3 ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് മക്കൾക്ക് ഉള്ളത്. ഇപ്പൊ തന്നെ പേടിയാവുന്നുണ്ടാവും, നിങ്ങൾ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഇതാ തുടങ്ങാൻ ആലോചിക്കുന്നേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് എക്സാം ഇങ്ങെത്തി. പക്ഷെ പേടിക്കാനൊന്നുമില്ലടാ, നിങ്ങൾക്കുള്ള മൊത്തം ഓണത്തിനേക്കുള്ള മൊത്തം PPTയും നിങ്ങൾ പഠിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇവിടെ സെറ്റാണ്. നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഓൺ എക്സാം ഓണം പോലെ തന്നെ കളറാക്കും. ഓണത്തിന്റെ ഫ്ലവേഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ, കളർഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓൺ എക്സാം അങ്ങ് കളറാക്കിയിട്ട് ഫുൾ മാർക്ക് അങ്ങോട്ട് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈവിന് വെയിറ്റ് ചെയ്ത് അങ്ങിരുന്നോ. ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഫോക്കസ് ഏരിയാസ് ഇട്ട് തരും. നിങ്ങൾക്ക് കറക്റ്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നിട്ട് വരും. അങ്ങനെ എല്ലാ വീഡിയോസും എല്ലാ ലൈവുകളും ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യുക? നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, പക്ഷെ മിസ്സിന് വേണ്ടിയിട്ട് മക്കൾ ഒരു കാര്യം ചെയ്തു തരണം. എന്ത് ചെയ്യണം? നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ച കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഓടിപ്പോയിട്ട് ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. എന്നാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ലൈവിന്റെ നോട്ടിഫിക്കേഷനും ലൈവിന്റെ നോട്ട്സും ഒക്കെ വേണ്ടേ? ലൈവിന്റെ നോട്ടൊക്കെ എയറിലായാൽ മതിയോ? അല്ല അല്ലേ, നമുക്ക് TV-ലൊക്കെ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ലാപ്പിൽ ഇങ്ങനെ കാണാം, നിങ്ങൾക്ക് മൊബൈലിൽ ഇങ്ങനെ കാണാം. പക്ഷെ നിങ്ങൾ കയ്യിൽ എടുക്കാൻ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യണം? നമുക്ക് ആ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഓടിപ്പോയിട്ട് മക്കൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് റെഡി ആയിട്ടിരുന്നോ. ഞങ്ങൾ ഓൺ എക്സാം കളറാക്കാൻ അങ്ങ് എത്തിയേക്കാം കേട്ടോ. ഓക്കെ, ബൈ.